പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് പുഴ കടന്നിട്ട്, പാടം കടന്നിട്ട്, ചെറിയ ചെറിയ പാലങ്ങളിലൂടെ കയറിയിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പോയിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമസ്കാരം. ഞാൻ അശോക് നാരായൺ. നമ്മൾ ഈ 2024 തുടങ്ങുന്ന സമയത്ത് സിക്സ്ത് സെൻസ് ആക്ടിവേഷൻ സീരീസ് എന്നുള്ള വിധത്തിൽ ഒരു വീഡിയോ സീരീസ് തുടങ്ങിയിരുന്നു. അത് ചില എപ്പിസോഡുകളെല്ലാം അന്നേരം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിരുന്നു. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ കാരണം അത് ഒന്ന് ബ്രേക്കായി പോയി ഇടയിൽ. നമുക്ക് അത് ഒന്ന് പുനരാരംഭിക്കണം. അതായത് ആ വീഡിയോ സീരീസിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒന്ന് ഞാൻ ക്ലിപ്പ് ചെയ്യാം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് ഐബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. അതായത് ആ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളിലെ ഒരു അതീന്ദ്രിയത ഉണർത്തുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഒരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം. അതായത് നമുക്ക് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ അറിയാം. കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ അറിയാം. ഈ 5 ഇന്ദ്രിയങ്ങളും കൃത്യതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നിടത്ത് ആറാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സ് അതിൻ്റെ പരമാവധി സാധ്യതകളിലേക്ക് എത്തിച്ചേരും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നുള്ളവരിൽ, നമ്മളടക്കമുള്ള വ്യക്തികളിൽ എത്ര പേർക്ക് നിങ്ങൾക്കൊരു 10 മൊബൈൽ നമ്പറുകൾ അറിയാം മനസ്സുകൊണ്ട്? 10 മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫോൺ ബുക്ക് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡയറിയോ സംതിങ് എന്തെങ്കിലും നോക്കിയിട്ടല്ല. മനസ്സിൽ നിങ്ങളുടെ അടുത്ത ഒരു 10 മൊബൈൽ നമ്പറുകൾ എത്ര പേർക്ക് അറിയാം? 10 വേണ്ട, 5 നിങ്ങൾക്ക് എത്ര അറിയാം? വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ, എത്ര മൊബൈൽ നമ്പറുകൾ കാണാതെ അറിയാം എന്ന് നോക്ക്. ഒരുപക്ഷെ നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ, അല്ലെങ്കിൽ പങ്കാളിയുടെ, അച്ഛൻ്റെ, അമ്മയുടെ, ആരുടെയൊക്കെ നമ്പറുകൾ നിങ്ങൾക്ക് കാണാതെ അറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈലൊന്നും നഷ്ടപ്പെട്ടു പോയാൽ ഇതിലാരെ നമുക്കൊരു പരസഹായമില്ലാതെ മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കാൻ സാധിക്കും? അധികമൊന്നും സാധിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു 20-25 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 15-20 വർഷം മുൻപ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ഫോൺ നമ്പറുകൾ, അന്ന് മൊബൈലല്ല, ഫോൺ നമ്പറുകൾ നമുക്ക് കാണാതെ അറിയാമായിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും മനസ്സിൽ നിന്നാണ് അത് ഡയൽ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഡയൽ ചെയ്യും, കണ്ണും കൈയും എല്ലാം അത് അറിയുന്നുണ്ടായിരുന്നു, അല്ലേ? ഇപ്പോൾ അതില്ല. ഫോൺ ബുക്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിളിക്കാൻ പറ്റുന്നു, അല്ലേ? അപ്പോൾ അതോടുകൂടി ആ ഒരു കഴിവ്, നമ്പറുകൾ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ മെല്ലെ 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 കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, കണക്ക് കൂട്ടുന്നത്. നമുക്കറിയാം, കുറച്ച് കാലം മുൻപ് ഒരു മനക്കണക്ക് കൂട്ടുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പഴയ പച്ചക്കറി പീടികകളിലും അതുപോലെ ഗ്രോസറി ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പരമാവധി ഇങ്ങനെ മനസ്സിൽ കൂട്ടിയെടുക്കും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്പേഴ്സ് അവരിങ്ങനെ മനസ്സിൽ കൂട്ടിയെടുക്കുന്നത് കാണാം. പക്ഷേ നമുക്കൊക്കെ മെജോറിറ്റിക്കും ഇന്നത് സാധ്യമല്ല. നിങ്ങൾക്ക് എത്ര നമ്പർ വരെ കൂട്ടാൻ പറ്റും? ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായമില്ലാതെ, അല്ലെങ്കിൽ ഒന്ന് എഴുതുന്നതിൻ്റെ സഹായമില്ലാതെ കൂട്ടാൻ പറ്റും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ മെജോറിറ്റിയുടെയും കാര്യം എടുത്താൽ എഴുതി കൂട്ടുന്നത് പോലും അത്ര എളുപ്പമല്ല. കാരണം പലപ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നടക്കുന്ന കാര്യം എടുത്തു നോക്കുക. ഞാനൊക്കെ ചെറുതായിരുന്ന സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് എത്രയോ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് പുഴ കടന്നിട്ട്, പാടം കടന്നിട്ട്, ചെറിയ ചെറിയ പാലങ്ങളിലൂടെ കയറിയിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പോയിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കഴിവുകൾ നമുക്കുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറയാം, നീന്തുന്ന കഴിവ്. ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക്, എത്ര ശതമാനം പേർക്ക് നീന്തൽ അറിയാമായിരിക്കും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കാലത്തിനപ്പുറം പോയിട്ട് നീന്തുന്ന ഒരാളെ കണ്ടാൽ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. അന്ന് ശാസ്ത്രം പറയും, ഇത് മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം നീന്തണമെങ്കിൽ മീനുകളെപ്പോലെ ശൽക്കങ്ങളും ചിറകുകളും ഒക്കെ വേണം. വായുറകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ യഥേഷ്ടം നീന്തി പോകാൻ സാധിക്കൂ എന്ന്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അവന് ഗംഭീരമായിട്ട് പരിശീലനത്തിലൂടെ നീന്താൻ സാധിക്കുമായിരുന്നു, കഴിവുണ്ടാക്കിയെടുത്തിരുന്നു, അല്ലേ? അപ്പോൾ ഇന്ന് ഇതൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് ഉണർത്തുന്നതിലൂടെ, അതിൻ്റെ പരമാവധി സാധ്യതകളെ ഉണർത്തുന്നതിലൂടെ ഇതുപോലെ അസാധാരണമെന്ന് കരുതുന്ന പല കഴിവുകളും നമ്മളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉണർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുന്നത്? അതിനുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ വാസ്തവത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുക എന്നുള്ളതിനപ്പുറം മനസ്സിൻ്റെ സാധ്യതകളെ ഉണർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. പക്ഷേ
ചില കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും മെഡിറ്റേഷൻ അത്രമാത്രം ഇഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. കാരണങ്ങൾ പലതുമാകാം. ആ കാരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതല്ലാത്ത വിധത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ പരമാവധി സാധ്യതകളെ ഉണർത്തിക്കൊണ്ട് എങ്ങനെ മാനസികമായിട്ടുള്ള സാധ്യതകളെ ഉണർത്താം, ഒരുപക്ഷെ അസാധാരണമെന്നോ അതീന്ദ്രിയമെന്നോ അമാനുഷികമെന്നോ ഒക്കെ കരുതുന്ന സിദ്ധികളെ, കഴിവുകളെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ ഉണർത്തുക, അതിൻ്റെ പരമാവധി സാധ്യതകളെ ഉണർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓരോ വീഡിയോകളിൽ ഓരോരോ ഇന്ദ്രിയങ്ങൾ വീതം, കണ്ണിന് ഒരു വീഡിയോ, ചെവിക്ക്, മൂക്കിന്, നാവിന്, ത്വക്കിന്, ഇതിനെല്ലാം എങ്ങനെയാണ് ഉണർത്തിക്കൊണ്ടുവരിക എന്ന് നോക്കാം. കഴിയുന്നിടത്തോളം നമുക്ക് ഇനി വരുന്ന ഓരോ ബുധനാഴ്ചകളിലും ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളുടെ സാധ്യതയെ പരമാവധി ഉണർത്തുന്നത് എന്ന് നോക്കാം. ഒരിക്കൽ കേട്ടിട്ടുണ്ട്, കണ്ണുണ്ടായാൽ പോരാ കാണണം എന്നുള്ള. എൻ്റെ ചെറുപ്പത്തിൽ എവിടെയോ കേട്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ പലതും കാണുന്നത് പോലെ അഭിനയിക്കുന്നു, എന്താ പറയുക, കാണുന്നു, പക്ഷെ അത് മനസ്സുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാണുന്നു, മനസ്സുകൊണ്ട് കാണാത്തത് കൊണ്ട് തന്നെ, അത് മനസ്സ് തൊട്ടറിയാത്തത് കൊണ്ട് തന്നെ അതിൽ പലതും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. ആ കഥയൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ സമയം അവഹരിക്കുന്നില്ല, ആവശ്യമെങ്കിൽ പിന്നീടൊരു സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആകാശത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വിവരിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ ഐ ബോക്സിൽ കണക്ട് ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. ഒന്ന് കണ്ടേക്കുക. ഇതിന് ശേഷം വളരെ അസാധാരണമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള, ആനന്ദകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തുള്ള ഗംഭീരമായിട്ടുള്ള പല കാഴ്ചകളെയും അനുഭവങ്ങളെയും കണ്ണുകൊണ്ട് നമുക്ക് ചികഞ്ഞെടുക്കാൻ പറ്റുന്ന പല അനുഭവങ്ങളെയും, ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളെയും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കണ്ണിൻ്റെ സാധ്യതകളെ പരമാവധി ഉണർത്തുന്നത് എന്ന് നോക്കാം. ഇതിന് നമ്മൾ പ്രത്യേകിച്ചൊരു സമയമൊന്നും മാറ്റി വെക്കണമെന്നില്ല. നമ്മുടെ ഫ്രീ ടൈം എപ്പോഴായാലും എവിടെയായാലും അത് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതി. ഒരു ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സീലിങ്ങിലേക്ക് ഒന്ന് നോക്കുക, റൂഫിലേക്ക് ഒന്ന് നോക്കുക, അതായത് നമ്മുടെ മുറിയുടെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക. സ്വാഭാവികമായിട്ടും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു AC ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫാൻ ഉണ്ടാകും, ലൈറ്റുകൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന, വളരെ വളരെ ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതിനിടയിൽ പോലും പെയിൻറ്റുകൾ ചില പ്രത്യേക വിധത്തിൽ പെയിൻറ്റ് ഒലിച്ചിട്ട്, അല്ലെങ്കിൽ ബ്രഷിൻ്റെ പാടുകൾ കൊണ്ട് ചില രൂപങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാകും. അത് നമ്മൾ ഇന്നോളം കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെന്നും അതിൻ്റെ ചുവട്ടിൽ കിടന്നാണ് ഉറങ്ങുന്നത്. പക്ഷേ ഈ രൂപങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള രൂപങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ കാണാൻ പറ്റും. അത് തന്നെ മറ്റൊരു ആംഗിളിൽ നോക്കിയാൽ മറ്റൊരു രൂപമായിട്ട് നമുക്ക് നോക്കാം, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ റൂഫിൽ കാണുന്ന ഒന്നിതാണ്. അതുപോലെ തന്നെ ചുവരുകളിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഒരു വെള്ളം എന്തെങ്കിലും ഒന്ന് ലിക്വിഡ് ഇങ്ങനെ കുടഞ്ഞിട്ടുള്ള പാടായിരിക്കും. അത് നമ്മൾ നോക്കിയാൽ അതിൽ നമുക്കൊരു രൂപം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ വാതിലുകൾ, അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ കാര്യമല്ല. അല്ലാത്ത വിധത്തിൽ ചിലപ്പോൾ അഴുക്കോ പൊടിയോ, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള പെയിൻറ്റ് ഒലിച്ചിട്ടോ ഒക്കെ പ്രത്യക്ഷത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും, എന്നാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഇത് പരമാവധി ശ്രദ്ധിക്കുക. പരമാവധി വെറുതെ ശ്രദ്ധിച്ചാൽ പോരാ, കഴിയുമെങ്കിൽ അതിനൊരു ബുക്ക് വെച്ചിട്ട്, ഒരു ജേർണൽ വെച്ചിട്ട് എഴുതി വയ്ക്കുക, നിങ്ങളുടെ റൂഫിൽ നിങ്ങൾക്ക് എന്തെല്ലാം രൂപങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ രൂപങ്ങൾ നാളെ കാണാൻ പറ്റും. അതിൽ നിന്നും വ്യത്യസ്തമായത് അതിനടുത്ത ദിവസം കാണാൻ പറ്റും. അപ്പോൾ എത്ര തന്നെയായാലും ശരി, എന്ത് തന്നെയായാലും ശരി, അത് നമ്പറിട്ട് അക്കമിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് ശീലിച്ച് തുടങ്ങി കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കുക, നമ്മുടെ തൊട്ട് മുന്നിലുള്ള സീറ്റിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ എന്തെങ്കിലും രൂപങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ. എന്തെങ്കിലും രൂപങ്ങളെന്ന് പറഞ്ഞാൽ വരച്ചോ എഴുതിയോ പ്രത്യക്ഷത്തിലുള്ള രൂപങ്ങളല്ല പറയുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലാതെയുള്ള രൂപങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഇവിടെ ഓഫീസിലെ ചുവരിൽ
AC-ന്ന് വെള്ളം ഇറ്റിപ്പോയിട്ട് സ്പ്രെഡായിട്ട് രൂപം വന്നിട്ടുണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ. തലയുടെ ഭാഗമില്ല. പക്ഷേ ഈ ഭാഗമൊക്കെ വന്നിട്ട് ക്യാമറയിൽ കാണില്ല. ക്യാമറയിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്യാമറ തിരിക്കാത്തത്. പക്ഷെ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ മുറിയിൽ, മറ്റിടങ്ങളിൽ, ചിലപ്പോൾ കിച്ചണിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ, TV കാണുന്ന ഇടങ്ങളിൽ ഒക്കെ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾക്കിടയിൽ ചിലപ്പോൾ 2 മരങ്ങളുടെ ചില്ലകൾ ഒരു പ്രത്യേക വിധത്തിൽ സംയോജിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു രൂപം കിട്ടും. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയുടെ ഷേപ്പ്, അല്ലെങ്കിൽ 2 പേരിങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്ന ഷേപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പുകൾ കിട്ടും. ഇതെല്ലാം അതാത് ദിവസം നമ്മുടെ ഈ ജേർണലിൽ എഴുതി വയ്ക്കണം. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാണല്ലോ. ബോധപൂർവം അല്ലാതെ തന്നെ നമ്മുടെ മനസ്സും കണ്ണും അത്രമാത്രം ഷാർപ്പാവാൻ തുടങ്ങും. നമ്മൾ ബോധപൂർവം അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള രൂപങ്ങളെ കാണാൻ പറ്റും, തിരിച്ചറിയാൻ സാധിക്കും. ഇതിലൂടെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ സാധ്യത വർദ്ധിക്കും. അതുപോലെ തന്നെ കണ്ണും ബ്രെയിനും തമ്മിലുള്ള, അല്ലെങ്കിൽ കണ്ണും മനസ്സും തമ്മിലുള്ള ആ കണക്ഷൻ ഉണ്ടല്ലോ, അത് കൂടുതൽ ദൃഢമാകും. അതായത് കാഴ്ചയുടെ എല്ലാ സാധ്യതകളെയും, അല്ലെങ്കിൽ പരമാവധി സാധ്യതകളെ നമ്മളവിടെ ഉപയോഗിക്കാൻ തുടങ്ങുമല്ലോ. ഇത് ഗംഭീരമായിട്ടുള്ള മാറ്റം നിങ്ങളിൽ കൊണ്ടുവരും. മാത്രമല്ല, ഞാൻ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നത്, ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. ഒരുപക്ഷെ കാഴ്ചശക്തിയെല്ലാം വർദ്ധിക്കാൻ അത് കാരണമാകും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കണ്ണും ബ്രെയിനും തമ്മിലുള്ള ആ ബന്ധം മെച്ചപ്പെടുന്നതിലൂടെ തീർച്ചയായിട്ടും കാഴ്ചശക്തിയൊക്കെ കൂടുതൽ വർദ്ധിക്കാനും ഇത് കാരണമാകും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പരിമിതികളെ, അല്ലെങ്കിൽ സാധ്യതകളെ പരമാവധി ഉണർത്താൻ, അല്ലെങ്കിൽ പരിമിതികളെ അതിജീവിക്കാൻ ഈ ഒരു എക്സസൈസ് ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇതിൽ ഈ പറയുന്നത് കണ്ണിൻ്റെ പരിമിതി, കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൻ്റെ സാധ്യതയെ പരമാവധി ഉണർത്താൻ, പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്കിതിലൂടെ സാധിക്കും. ഇനി വരുന്ന ആഴ്ചകളിലെ വീഡിയോകളിലൂടെ മറ്റിന്ദ്രിയങ്ങളുടെ ചെവി, മൂക്ക്, നാവ്, ത്വക്കിൻ്റെയൊക്കെ സാധ്യതകൾ എങ്ങനെയാണ് പരമാവധി നമുക്ക് ഉണർത്താൻ സാധിക്കുന്നത്, അതിനുവേണ്ട എക്സസൈസുകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യണം. ഒരു കോഴ്സായിട്ട് തന്നെ, ഒരു ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട്, നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയായിട്ട് ഇതിനെ മുന്നോട്ട് പോകാം. പക്ഷേ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. കമൻറ്റുകളായിട്ട് അത് രേഖപ്പെടുത്തണം. അപ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നമുക്ക് പരസ്പരം അറിയാൻ സാധിക്കും. ഒരു ഡിസ്കഷൻ മോഡിലേക്ക് നമുക്കത് വരും. ആവശ്യമെങ്കിൽ, മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമെങ്കിൽ നമുക്കിതിലൂടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയും മീറ്റപ്പുകളും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ പരമാവധി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, പരമാവധി ആക്റ്റീവ് ആകൂ. നമുക്ക് ഗംഭീരമായിട്ട് ഒന്നിച്ച് കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് അറിവുകളുടെ ലോകത്തിലേക്ക് യാത്ര തുടരാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഈ വിധത്തിലുള്ള ഉപകാരപ്രദമായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.